റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ? എന്റെ പലതും പല ഖിയാമത്ത് നാളിന്റെ കാലത്ത് ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളും റസൂല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വല്ലതും റസൂല പറഞ്ഞോ, എന്റെ ശേഷം എന്റെ നബിദിനം കഴിക്കുന്ന ഒരാളുകൾ ഉണ്ടാകും, അതുകൊണ്ടത് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് അതിനെ കുറിച്ച് ഉണർത്തുകയാണ് എന്ന് പറഞ്ഞോ? അങ്ങനെ വല്ലതും? അതാ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ഇത്ര ഈ ചോദ്യം കൊണ്ട് ഉത്തരവ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഖുർആനിൽ വ്യക്തമായി ആ നിലക്ക് നബിദിനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഹദീസിൽ വ്യക്തമായി നബിദിനം പാടില്ല എന്ന് ഹദീസിലും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് പറഞ്ഞല്ലോ. അപ്പൊ നല്ലതും ചീത്തയും തീരുമാനിക്കേണ്ട പഠിച്ചവനാണ്, നമ്മളല്ല. അള്ളയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ദീനിൽ നല്ലതായത് മുഴുവനും അത് തീരുമാനിച്ച് പഠിപ്പിച്ചെന്നു. ദീനിൽ ഏതൊക്കെ നല്ലതുണ്ടോ അത് കംപ്ലീറ്റ് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇനി അതിലില്ലാത്ത നല്ലത് നമ്മൾ കൊണ്ടുവരണ്ട. അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നല്ലതാവൂല. അതവിടെ പറഞ്ഞത് നമ്മളതിലേക്ക് ഇനി കൊണ്ടുവന്നാൽ നല്ലതാവുകയില്ല. ദീനിൽ മതത്തിൽ എന്തെല്ലാം നല്ലതുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന് വഹയി നൽകി നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ദീനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഇതിൽ ഇല്ലാത്തവരെ കൊണ്ടുവന്നാൽ തള്ളണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി അതിൽ ഇല്ലാത്ത നല്ലത് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല. നമ്മൾ കൊണ്ടുവന്നാൽ നല്ലതാവുകയുമില്ല. ഇനി നമ്മളത് കൊണ്ടുവന്നു, അപ്പൊ അത് നല്ലതല്ല ചീത്ത എന്ന് ഖുർആനിലുണ്ടോ ചോദിച്ചാൽ എന്ത് മര്യാദ അത്? ഞാൻ പറഞ്ഞു, ഒരാൾ 6-ാമത്തെ വക്ത് നിസ്കാരം ഉണ്ടാക്കുക, എന്നിട്ട് അയാൾ പറയാ 6-ാമത്തെ വക്ത് ഈ നിസ്കാരം പാടില്ല എന്ന് എനിക്ക് ആയത്തോ ഹദീസോ കിട്ടിയാൽ ഞാൻ നിസ്കാരം നിർത്തുള്ളൂ. ഓന 6, 7, 8, 9, 10 നിസ്കരിച്ച് നരകത്ത് പോകാൻ നല്ല വേറെ കാര്യമൊന്നുമില്ല. ഓന വാശി വന്നിട്ട് നരകത്ത് പോകാം. ഒരാൾക്ക് എന്തും കൊണ്ടുകൂടെ? റമദാൻ മാസം മാത്രമല്ല ഫർള്, ഞാൻ റബീഉൽ അവ്വൽ മാസം നോമ്പ് വയ്ക്കേട് എന്ന് സാധാരണക്കാൻ തീരുമാനിച്ചു. മൂലമാ തീരുമാനിക്കൂല, ഒരു സാധാരണക്കാൻ തീരുമാനിച്ചു തയ്ക്കാം. വാൻ പറയും റബീഉൽ അവ്വൽ മാസം നോമ്പ് ഫർള് ഇല്ല എന്നൊരു ആയത്തുണ്ടോ, ഒരു ഹദീസുണ്ടോ? അതില്ലാത്ത കാലത്തോളം ഞാനിത് ഫർളാന്ന് പാലിക്കും എന്ന് പറഞ്ഞാലോ? ഫർളും സുന്നത്തുമായ ഏത് ഇബാദത്തിനും അവസ്ഥ തന്നെ. ഏത് ബിദ്അത്തിനെയും ഇങ്ങനെ ന്യായീകരിച്ചൂടെ? എല്ലാ ബിദ്അത്തിനും ന്യായീകരിക്കാൻ ഒരാൾക്ക് എന്ത് ബിദ്അത്തും കൊണ്ടുവരാം. എന്ത് ദിക്റും എന്ത് ദുആയും എന്ത് സ്വലാത്തും എന്ത് തസ്ബീഹും ഒക്കെ ഒരാൾക്ക് സ്ഥാപിച്ചെടുക്കാം. അയാൾ എന്ത് പറയാം? ഇത് പാടില്ല ആയത്തുണ്ടോ, ഇത് പാടില്ല ഹദീസുണ്ടോ? അങ്ങനെ ഓരോന്നും പാടില്ല എണ്ണ പറയുന്ന സിസ്റ്റം ഖുർആനിലില്ല. അതേസമയം മൊത്തത്തിൽ പറഞ്ഞത് ദീനെ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടൊരാൾ പിന്നെ വരാം 300 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളും പറഞ്ഞല്ലോ എന്റെ ശേഷം നബിദിനം ആഘോഷിക്കുന്ന ടീം എന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നബിന്റെ ശേഷം ആഘോഷം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ പിൽക്കാലത്ത് എന്തൊക്കെ വന്നാലും അതൊക്കെ തള്ളണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതാണ് മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്താൽ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഇക്കാര്യത്തിൽ അഥവാ ദീനീ കാര്യത്തിൽ, മാ ലൈസ മിൻഹു, അതിൽ പെടാത്ത ഒന്ന് അല്ലെങ്കിൽ അതിൽ ഇല്ലാത്ത ഒന്ന്, ഫഹുവ റദ്ദുൻ, തള്ളപ്പെടണം. അർത്ഥം വെക്കുന്നത് എന്തിനാണോ? ഇനി മോലേക്ക് അപ്പൊ പെടാത്തുണ്ടാക്കിയതേ തള്ളേണ്ടിയുള്ളൂ, പെട്ടെന്നുണ്ടാക്കിയ കുഴപ്പമില്ലല്ലോ ചില മോലേമാർ പറയും. പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല, പെടാത്ത ഉണ്ടാക്കുള്ളൂ. മതത്തിൽ പെട്ടൊരു കാര്യം ജീവിതത്തിൽ പാലിച്ചാൽ മതി, അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ മതത്തിൽ പെടാത്തത് തന്നെയാണ്. അതുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത് ദീനിൽ ആരെങ്കിലും ഒരു ബിദ്അത്തുമായി വരുന്നുവെങ്കിൽ മനിബ്തദഅ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന, ഒരാൾ മതത്തിൽ ഒരു ബിദ്അത്ത് പുതുതായി കൊണ്ടുവരുന്നു, യറാഹ ഹസന, നല്ലതാണ് എന്ന് അവൻ അഭിപ്രായപ്പെടുന്നു എങ്കിൽ ഫഖദ് സഅമ, തീർച്ചയായും അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവന്റെ വാദം. കാരണം എന്താ? ലിഅന്നല്ലാഹ യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹ് പറയുന്നു ദീനെ പൂർത്തിയാക്കി എന്ന്. ഇവൻ പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും ഇത് നല്ലതാണ്. അതിനർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ പഠിപ്പിക്കാതെ പോയിട്ട് മുഴുവൻ പഠിപ്പിച്ചു എന്ന് കളവും പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു എന്നാ അതിനർത്ഥം. അതുകൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനിൽ യൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. നിബിതങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തോതി ദീന് പൂർത്തിയാക്കി പോകുമ്പോ ഏതാണോ ദീന് അതാണ് ഖിയാമത്ത് വരെ ദീന്. അന്ന് മതമല്ലാത്ത ഒന്ന് പിന്നെ മതമാവൂല. അതല്ലേ നാത്തോട് വായിച്ചത്. ബാങ്കിന് മുമ്പുള്ള സ്വലാത്തിനെ പറ്റി പറഞ്ഞെന്താ? ഇതിൽ തെളിവില്ല, തടയപ്പെടണം. തറാവീഹിന്റെ സ്വലാത്തിനെ പറ്റി പറഞ്ഞെന്താ? തടയപ്പെടണം. പ്രത്യേക സുന്നത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തടയപ്പെടണം. ഫിഖഹിന്റെ കിതാബും അതേപോലെ അഖീദ കിതാബൊക്കെ എടുത്താൽ ഒരുപാട് ബിദ്അത്തുകളെ കുറിച്ച് അവിടെ അധ്യാപനം കാണാം. അവിടെയൊക്കെ എന്താ പറയാ? ഇത് മതത്തിലില്ലാത്തതാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, ബിദ്അത്താണ്, ഒഴിവാക്കേണ്ടതാണ്. അല്ലാതെ ഏത് ബിദ്അത്ത് ഒരുത്തം കൊണ്ടുവന്നാലും ഇപ്പൊ അതിന് പുതിയത് തുടങ്ങി ഖിബ്ല നിർണയം, ഖിബ്ല നിർണയ ക്യാമ്പ്. ഒരുത്തൻ ചോദിക്കാം ഇത് പാടില്ല എന്ന് ആയത്തുണ്ടോ ചോദിച്ചാലോ? അതിപ്പോ തട്ടിപ്പോ പൈസ ഉണ്ടാക്കാൻ എനിക്ക് നോക്കുക അറിയാലോ. പക്ഷേ ഒരാൾ പറയാണ് ഇത് പാടില്ല എന്ന് ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ ചോദിച്ചാലോ? ചിലപ്പോൾ ഖിബ്ല നിർണയിച്ചു കൊടുക്കുന്ന ആയത്തുണ്ടാവും. അത് ഈ പണിക്കല്ലല്ലോ. ഏതായിരുന്നാലും ഇങ്ങനെ ഓരോന്നെടുത്താലും ഇസ്ലാം മൊത്തത്തിൽ പറഞ്ഞു ഏത് കാര്യവും പാടില്ല,
പുതുതായി പിൽക്കാലത്ത് കൊണ്ടുവന്നൊക്കെ തള്ളപ്പെടണം. നല്ലതാണോ അല്ല പഠിപ്പിച്ചിട്ടുണ്ട്, ജിബീലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്, റസൂലിന് വഹയായി നൽകിയിട്ടുണ്ട്, നല്ലതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, മതം പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇനി അതിലേക്ക് ആര് കൂട്ടിച്ചേർത്താലും നല്ലതല്ല, അത് മോശമാണ്.